S1 S2 Mechanics Module 5 Part 7 Problem 6 വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a solid right circular drum of radius 0.3 and weight 150 Newton is free to rotate about its geometric axis as shown in figure. Wound around the circumference of the drum is flexible cord carrying at its free end of a weight 45 Newton. If the weight is released from rest, find the time t required for it to fall through the height 3 meter. നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. എന്തിന്? ഒരു ഹൈറ്റ്, ഈ 3 മീറ്റർ എന്ന് പറയുന്ന ഹൈറ്റിലേക്ക് അത് വീഴുമ്പോഴുള്ള ടൈമാണ് നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. അതായത് റഫായിട്ട് എഴുതുകയാണുള്ളത് ഇവിടെ എഴുതി കാണിച്ചു. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ അത്. അതായത് S = ut plus half alpha half a t square. ആൽഫ അല്ല ഇവിടെ പറയുന്നത്, സർക്കുലർ മോഷന്റെ കാര്യമല്ല. സോ നമ്മുടെ സാധാ റെക്റ്റിലീനിയർ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, 3 ആണ്. ഇനിഷ്യൽ നമുക്കറിയില്ല, ടൈം നമ്മൾ കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്ലൂ ഉണ്ടാവും ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? സർക്കുലർ ഡ്രം ആണ്. അതായത് സർക്കുലർ ഡ്രം എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഡിസ്ക് ആണ്. ഓഫ് റേഡിയസ്. ഡിസ്കിന്റെ റേഡിയസ് എത്രയാ? ഇതാണെങ്കിൽ അതിന്റെ റേഡിയസ് 0.3 മീറ്റർ മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ വെയിറ്റോ, അത് താഴേക്ക് അപ്ലൈ ചെയ്യുന്ന വെയിറ്റ് 150 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സർക്കംഫറൻസി ചുറ്റി ഒരു വള്ളി താഴത്തേക്ക് വന്നിട്ടുണ്ട്. ആ വള്ളിയുടെ താഴെ എന്തുണ്ട്? ഒരു വെയിറ്റ് ആയ 45 ന്യൂട്ടനും ഉണ്ട്. സ്വാഭാവികമായിട്ട് ഒരു റോപ്പ് വെച്ച് ചുറ്റുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാവും. എന്തുണ്ടാവണേ? ഒരു ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ഓഫ് നമ്മുടെ ഡ്രം എന്നും പറയാം. ഇതിനെ പറയുന്നതാണ്. അതിന് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ലെറ്റർ ആണ് പി. എന്താണ് പി? നമ്മുടെ ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. ടെൻഷൻ ഇൻ സ്ട്രിങ് ആണ് ഇത്. അപ്പൊ നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എന്താ? ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു സെയിം മെത്തേഡ് വെച്ച് 3-4 പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. സോ 1-2 മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ആണെന്ന്. അതായത് റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ് എന്ത്? ടോർക്ക് എന്ന് പറയുന്നത്. സോ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F/R ആണ്. ഇവിടെ ശരിക്കും ഈ ടെൻഷൻ ഇൻ സ്ട്രിങ്, അതായത് ഈ പി എന്താ? ഒരു ഫോഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് ഈ സ്ട്രിങ്ങിന്റെ കേസ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ എഴുതാം? ടോ = P/R എന്ന് എഴുതിക്കൂടെ? സ്വാഭാവികമായിട്ട് എഴുതാം, P/R. പിന്നെ നമുക്ക് ടോർക്കിന് വേറൊരു ഇക്വേഷനും കൂടി അറിയാം, I∝. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആയിരുന്നു ഏത്? I∝ എന്നുള്ളത്. സോ ഇത് രണ്ടും കൂടി ഞാൻ ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുപോലെ ഇക്വേറ്റ് ചെയ്യാണ്. PR = I∝. ഇനി എങ്ങനെ എഴുതാം? PR = I-നെ നമുക്ക് എങ്ങനെ എഴുതുക? നമ്മൾ mk²α. ഇനി നമുക്കിവിടെ ആൽഫയാണോ വേണ്ടേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ R ആൽഫയാണ്. അതായത് ലീനിയർ മോഷനുള്ള എന്ത് സാധനത്തിന്റെ കൂടിയും റേഡിയസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. നമ്മുടെ സെയിം ഈ ടോർക്ക് പോലെ തന്നെ. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു R എഴുതിയില്ലേ, അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് ആൽഫയ്ക്ക് പകരം എന്ത് എഴുതാം? A/R എന്ന് എഴുതാം അല്ലേ? A/R എന്ന് നമുക്കിവിടെ എഴുതാം. അപ്പോ PR = mk² A/R. പിന്നെ ഈ K എന്താണ്? നമ്മുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. അത് അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഫോർ എ സർക്കുലർ ഡിസ്ക് എന്ന് പറയുന്നത് R²/2 അല്ലേ? സോ നമുക്ക് അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. PR = mr²/2 AR. സോ വെട്ടിക്കളയാനുള്ളത് വെട്ടിക്കളയാം, ഇതും വെട്ടാം, ഇതും വെട്ടാം. സോ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? MA/2 എന്ന് കിട്ടും അല്ലേ? അപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്തേ? നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാൽ P/R, അതായത് ടെൻഷൻ ഓഫ് ദ സ്ട്രിങ്ങിന്റെ ടെൻഷൻ ഇൻറ്റു R. നമ്മുടെ ഈ ഫോഴ്സ് ചെയ്തില്ലേ, ടോർക്ക് = ഫോഴ്സ് ഇൻറ്റു റേഡിയസ്. ആ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താ? ടോർക്ക് = I∝ ആണെന്ന് നമുക്കറിയാം.
സോ ഇത് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ PR = mk² ആൽഫ എന്ന് കിട്ടും. പിന്നെ നമുക്കറിയാം ആക്സിലറേഷനും ആംഗുലാർ ആക്സിലറേഷനും ലീനിയർ ആക്സിലറേഷനും തമ്മിലുള്ള ഇത് ആംഗുലാറും സർക്കുലർ മോഷനിലുള്ള നമ്മുടെ ആൽഫയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇതാണ് ആ റിലേഷൻ. നമുക്കറിയാം A = R ആൽഫ എന്നാണ് ഇക്വേഷൻ. സോ നമ്മൾ അതിനെ തിരിച്ചിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഈ ആൽഫയ്ക്ക് പകരം A/R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാണ്. വെട്ടിക്കളയാനുള്ളത് വെട്ടിക്കളഞ്ഞു. Pക്ക് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയേ? MA/2 എന്ന് കിട്ടി. ഇനി ആ പടം ഞാൻ ഒന്നും കൂടി വരയ്ക്കുകയാണ് വൃത്തിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ബോഡിയുടെ ഒരു വെർട്ടിക്കൽ മോഷനാണ്. ഈ ബോഡിയുടെ ഒരു വെർട്ടിക്കൽ മോഷനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ബോഡി താഴത്തേക്ക് മൂവ് ചെയ്യണമെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. സോ ഈ ഒരു ബോഡി നമ്മൾ എങ്ങനെ എഴുതുക? F = ma എന്ന് എഴുതില്ലേ? ആ സെയിം ഇക്വേഷൻ ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. അതായത് നെറ്റ് ഫോഴ്സ് ആണ് ഞാൻ എടുക്കുന്നത്. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ആ ബോഡിയിൽ കംപ്ലീറ്റ്ലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. =ma. അതായത് നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, P ഉണ്ട്. പിന്നെ താഴത്തേക്ക് എന്തുണ്ട്? ഒരു ന്യൂട്ടൺ വെയിറ്റ് താഴത്തേക്കുണ്ട്. അതിന് ഞാൻ Q എന്ന് ചെയ്യാണ്. അതിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ. എത്രയാ? 45 ന്യൂട്ടൺ ആണ്. 45 ന്യൂട്ടൺ ആണ് താഴത്തേക്ക് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ 45 ന്യൂട്ടൺ തന്നെ എടുക്കാം. 45 ന്യൂട്ടൺ താഴത്തേക്കുണ്ട്, ഒരു P മുകളിലേക്കുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാം? P ഏതാ? താഴത്തേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ഇതല്ലേ താഴത്തേക്ക്. ഈ എപ്പോഴും നമ്മുടെ ഈ സ്ട്രിങ്ങിന്റെ ടെൻഷൻ മുകളിലേക്കല്ലേ. സോ താഴത്തേക്കുള്ളതാണ് വലിയ വാല്യൂ. അപ്പോൾ 45 - P = മാസ് ആണ്. ഇപ്പൊ തന്നിരിക്കുന്നത് എന്താ? വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. എത്ര? 45 ന്യൂട്ടൺ. സോ m എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? 45/g എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? 45/g ഇൻറ്റു ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? A എന്ന് നമുക്ക് എഴുതാം. ഇങ്ങോട്ടേക്ക് വൃത്തിക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. 45 - P = 45/g ഇൻറ്റു A എന്ന് നമുക്കറിയാം. പിന്നെ നമ്മളിവിടെ ഓൾറെഡി Pന്റെ വാല്യൂ കണ്ടുപിടിച്ചു. എന്താ? ma/2 ആണ് എന്ത്? P എന്ന് കണ്ടുപിടിച്ചു. ഈ m എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഈ സർക്കുലർ ഡിസ്കിന്റെ വെയിറ്റ് ആണ്. വെയിറ്റ് അല്ല, മാസ് ആണ്. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ വെയിറ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ആ മാസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. പിന്നെ A/2 ഉണ്ട്. ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എങ്ങനെ വരും? 45 - ma/2 = 45/9.8 A എന്ന് വരും. സോ ഞാൻ ഇതിനിവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. അതെങ്ങനെ ചെയ്താലും ആൻസർ കിട്ടണമെന്നേ ഉള്ളൂ. സോ 9.8 ഇങ്ങോട്ട് വരുമ്പോൾ അത് പ്ലസ് ആവും. പ്ലസ് ma/2 എന്ന് ആവും. ഈ m എന്താ? നമുക്ക് തന്നിട്ടുണ്ട് വെയിറ്റ് എത്രയാണ്? 150 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. അതായത് മാസ് ഇൻറ്റു g, mg മാസ് ഇൻറ്റു ഗ്രാവിറ്റി. അതാണ് നമുക്ക് തന്നിരിക്കുന്നത് 150 എന്ന്. സോ മാസ് എന്ന് പറയുന്നത് 150/g ആണ്. സോ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. 45 = A നെ കോമൺ ആയിട്ട് പുറത്തെടുക്കാമല്ലോ. A അല്ലേ കണ്ടുപിടിക്കണ്ടേ. സോ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് വേഗം കണ്ടുപിടിക്കാം. ഇത് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. ഓരോരുത്തരുടെ കൺവീനിയൻസിന് നമുക്കത് ചെയ്യാവുന്നതാണ്. മാസിന് പകരം എന്ത് എഴുതാം? 150/9.81 ഇൻറ്റു 2 എന്ന് എഴുതാം. നമ്മുടെ ആക്സിലറേഷൻ പുറത്ത് എഴുതിയല്ലോ. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈ ടേം ഇങ്ങോട്ട് പോകും. സോ ഡിവിഷൻ ആവും. 45/9.81 പ്ലസ് 150/9.81 ഇൻറ്റു 2. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആക്സിലറേഷൻ്റെ വാല്യൂ കിട്ടും. ആക്സിലറേഷൻ്റെ വാല്യൂ ചുമ്മാ കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം കിട്ടുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.68 m/s² എന്നായിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ നമ്മുടെ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു? ആക്സിലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ട എന്തായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ടൈമാണ്. എന്തിന്? ഈ ഹൈറ്റ്, അതായത് 3 മീറ്റർ അത് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മുടെ കയ്യിൽ ഇപ്പം എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട് അല്ലേ. ഇനി കണ്ടുപിടിക്കാൻ വല്ല പാടുണ്ടോ? S = ut +
ഹാഫ് എ ടി സ്ക്വയർ. യു എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, യു നമുക്ക് തന്നിട്ടില്ല. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ആണ്. അപ്പം എന്തായിരിക്കും യു എന്ന് പറയുന്നത്? 0 ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ എഴുതാം? 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു 3.68 ഇൻറ്റു ടി സ്ക്വയർ. അതാണ് എത്ര? 3 മീറ്റർ എന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ 3 ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 3 ആണ്. ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ടൈം കണ്ടുപിടിക്കാൻ പാടില്ലേ? ടൈം ഈക്വൽ ടു 3 ഇൻറ്റു 2 6 ബൈ 3.68 അതിൻ്റെ റൂട്ടായിരിക്കും ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ. സോ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.28 സെക്കൻഡ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1-2 ക്വസ്റ്റ്യൻ സെയിം മോഡൽ വരുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കുക എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. റേഡിയസ് തന്നിട്ടുണ്ട്, വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മാസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പിന്നെ ആ കെട്ടിത്തൂക്കിയ സാധനത്തിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഒരു റോപ്പിന് എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. അതിങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് വെയിറ്റ്ലെസ് ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും ടെൻഷൻ എടുക്കണം. ആദ്യം ടി ഈക്വൽ ടു പി ഇൻറ്റു ആർ ഐ ആൽഫ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് നമ്മൾ കണ്ട് പിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ താഴത്തേക്കാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാണ്. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? താഴത്തേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ താഴത്തേക്കുള്ളതായിരിക്കും ഗ്രേറ്റർ. അതായത് 45 മൈനസ് ഈ പിന്റെ വാല്യൂ അറിയില്ല. സോ പി ഇൻറ്റു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? വെയിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനകത്ത് നിന്ന് വേണം നമ്മൾ മാസ് കണ്ടുപിടിക്കാൻ. അതിനുശേഷം നല്ല വൃത്തിക്ക് ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഇക്വേഷൻ എങ്ങനെ വേണമെങ്കിലും സോൾവ് ചെയ്യാം. കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, സോ സിമ്പിൾ ആണ്. ആക്സലറേഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം ഡിസ്റ്റൻസ്, അതായത് 3 മീറ്റർ അത് ട്രാവൽ ചെയ്യാൻ, ഈ 3 മീറ്റർ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടൈമും കിട്ടി. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം പോലെ തന്നെ ചെയ്യുന്നതാണ്. എ റോട്ടർ ആൻഡ് ഷാഫ്റ്റ് വെയ്റ്റ് 2500 ന്യൂട്ടൺ ആൻഡ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ് 250 mm. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ഫോളിംഗ് വെയ്റ്റ് 450 ന്യൂട്ടൺ ഇഫ് ദ ഷാഫ്റ്റ് റേഡിയസ് ഈസ് 125 mm. അതായത് ഇവിടെ എല്ലാം തന്നിരിക്കുന്നത് മില്ലിമീറ്ററിലാണ്. സോ അത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഷാഫ്റ്റിൻ്റെ ഈ റോട്ടറിൻ്റെയും കൂടി വെയിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2500 ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. പിന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് തന്നിരിക്കുന്നത്. അതായത് 250 ബൈ ആ റേഡിയസ് എന്താണോ അത് വെച്ചുള്ള ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. കെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഇവിടുത്തെ വെയിറ്റും തന്നിട്ടുണ്ട്. സോ നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ടി ഈക്വൽ ടു ടോ, അപ്പോൾ ടി ഈക്വൽ ടു പി ഇൻറ്റു ആറിന് നമുക്ക് എഴുതാം. പിന്നെ ഐ ആൽഫ എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. സോ അത് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. എം കെ സ്ക്വയർ ആൽഫ ഈക്വൽ ടു പി ഇൻറ്റു ആർ. അപ്പോൾ ആൽഫയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ ആർ എന്ന് എഴുതാം അല്ലേ? അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ആൽഫയാണല്ലോ. സോ ആൽഫയ്ക്ക് പകരം എ ബൈ ആർ എന്ന് എഴുതാം. വെട്ടിക്കളഞ്ഞു. അപ്പോൾ പിക്ക് എന്ത് കിട്ടും? എം കെ സ്ക്വയർ ഇൻറ്റു എ എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കണം എം എന്താ? ഈ ഷാഫ്റ്റ് ആൻഡ് റോട്ടർ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി വെയിറ്റ് ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 2500 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് അല്ലേ? സോ ഡിവൈഡ് ബൈ 9.81. പിന്നെ കെയിൻ്റെ സ്ക്വയർ. കെ വിത്ത് റെസ്പെക്ട് ടു എന്താ തന്നിരിക്കുന്നത്? വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് ആണ് തന്നിരിക്കുന്നത്. ഈ 250 mm നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടി ഇൻറ്റു 10⁻³ ചെയ്യുമ്പോഴാണ് 0.25 ആവുക. 125 mm ഇതേപോലെ 0.125 ആവും. ഇൻറ്റു എ ചെയ്യുക. സോ നമുക്ക് പിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഞാൻ കൺസിഡർ ചെയ്യാണ് എൻ്റെ ബോഡി താഴത്തേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന്. സോ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു, അതായത് താഴത്തേക്കുള്ള 450 ന്യൂട്ടൺ മൈനസ് പി ഈക്വൽ ടു 450 ബൈ ജി ഇൻറ്റു എ. അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ ഈ പിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 450 ഈക്വൽ ടു 450 എ ബൈ ജി പ്ലസ് പി എന്ന് പറയും. പിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻറ്റു എ വന്ന ഒരു വാല്യൂ. സോ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു, ആക്സിലറേഷൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ശരിക്കും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആകെ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുക,
കണ്ടുപിടിക്കുക, വെയിറ്റ് ആയിരിക്കും തന്നിരിക്കുക, മാസാണ് എഴുതണ്ടേ, അങ്ങനത്തെ കുറച്ച് ബോധം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏകദേശം സെയിം മെത്തേഡ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. എ പുള്ളി ഓഫ് 600 Newton ആസ് എ റേഡിയസ് 60 cm, അത് മീറ്റർ ആക്കിക്കൊള്ളണം. പുള്ളിയുടെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്ര? 600 Newton ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് 0.6 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ വെയിറ്റ് എത്ര? 400 Newton സസ്പെൻഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഒരു 400 Newton ഉണ്ട്. പിന്നെന്താ, ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ഓഫ് സ്ട്രിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത് മൂവ് ചെയ്യുന്ന ഈ സ്ട്രിങ്ങിൻ്റെ ആക്സിലറേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട്. നേരത്തെ പോലെ സെയിം T = PR, T = I∝. രണ്ടും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്. അതുകൊണ്ടാണ് ആ ആളെ ഇവിടെ നിർത്തി ബാക്കി എല്ലാത്തിനും ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെ ഇതൊരു ഡിസ്ക് ആയതുകൊണ്ടാണ് ഈ K² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R²/2 ആണ്. 3rd മൊഡ്യൂളിൽ പഠിക്കുന്ന കാര്യമാണ്. സോ അതിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത് 600, അത് മാസാക്കി ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സിമ്പിളാ, പറഞ്ഞ കാര്യം തന്നെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ വേഗം പറയുന്നത്. അങ്ങനെ നമ്മൾ ആൽഫ കണ്ടുപിടിച്ചു. എത്ര? 0.0545 P ആണ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യാണ് നേരത്തെ പോലെ ഇത് താഴത്തേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യാണ്. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 - P, താഴത്തേക്കുള്ളതായിരിക്കും വലുത്. 400 - P = മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു A. നമുക്ക് എനെ പറ്റി ഇവിടെ യാതൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് എന്താ? ആൽഫയാണ് ഉള്ളത്. സോ അതുകൊണ്ട് ആൽഫയുടെ ടേംസിന് ഇതിൽ എഴുതാണ്. നമുക്കറിയാം A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ആൽഫയാണ്. സോ നമുക്ക് ആൽഫ നമ്മുടെ കയ്യിലുണ്ട്, ഇത്രയും ആൽഫയാണ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആൽഫയുടെ ടേംസിലേക്ക് മാറ്റാം. സോ 0.6, റേഡിയസ് എത്രയാ? 0.6 ഇൻറ്റു ആൽഫ എന്ന് മാറ്റി എഴുതാം. പിന്നെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യുക. P ഉള്ള ടേംസിനെല്ലാം ഇപ്പം ഇതിന് പകരം എന്ത് ചെയ്തു? ഈ ആൽഫയ്ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P ഉള്ള ടേമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം Pനെ കോമൺ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? Pൻ്റെ വാല്യൂ കിട്ടും. സിമ്പിളാണ്, നേരത്തെ സെയിം മെത്തേഡാണ്. P എഴുതുക, Tയുടെ തന്നെ 2 ഇക്വേഷൻ എഴുതുക, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിലറേഷൻ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. അതിനുശേഷം വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു ഇക്വേഷൻ ഉണ്ടാക്കി P കണ്ടുപിടിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നത് നെറ്റ് ഫോഴ്സ് = മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്ന ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? P കിട്ടി. P കിട്ടിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? കണ്ടുപിടിക്കാനുള്ള 2 സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഓഫ് വെയിറ്റും ടെൻഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് P ആണ്. ടെൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്. ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ഇത്രയും P ആണെന്ന് അറിയാം. സോ Pൻ്റെ വാല്യൂ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആക്സിലറേഷൻ കിട്ടി. കിട്ടിയ ആക്സിലറേഷൻ പക്ഷെ എന്തിലാണ് ഉള്ളത്? സർക്കുലർ മോഷനിലാണ് ഉള്ളത്. അതിന് നമ്മൾ എന്തിലേക്ക് മാറ്റണം? റെക്റ്റിലീനിയറിലേക്ക് മാറ്റണം. നമുക്ക് തന്നിരിക്കുന്നതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇതൊക്കെ 7 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ആണ്. ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ എഴുതിയ എക്സാമിന് ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ 2 ഇക്വേറ്റ് ചെയ്യുക, ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കുക, വെർട്ടിക്കൽ മോഷൻ്റെ ഇക്വേഷൻ എഴുതുക, P കണ്ടുപിടിക്കുക, Pൻ്റെ ഈ വാല്യൂ ഈ ആൽഫയിലേക്ക് ഇട്ട് ആൽഫ കണ്ടുപിടിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്. സോ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ സിമ്പിളാണ്, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.